എന്നെ പോലും ആദ്യം കയറ്റി വിട്ടില്ല. കയറ്റി വിടാത്തതിൻ്റെ കാര്യം ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നുള്ള കാര്യം അവർക്കറിയാം, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മളെടുത്ത ഏജൻസിയിൽ നിന്നോ ഇൻഡിഗോയുടെ ഓഫീസിൽ നിന്നോ നമുക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലേറ്റവും വലിയ മിസ്റ്റേക്ക്. അവർ മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്നതാവാം. എനിവേ ഐ ഡോണ്ട് നോ, എന്താണെങ്കിലും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇൻഡിഗോയിൽ ഫ്ലൈ ചെയ്യുന്നത്. എന്താണെങ്കിലും അതിൻ്റെ ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടി. ഇനി യാത്ര ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം കഴിഞ്ഞ മാസം ഞാൻ വന്നിരുന്നു. അതിനുശേഷം ഇപ്പം ഞാനൊരു 5 ദിവസം മുമ്പാണ് വന്നത്. ഞാൻ വേറെ മറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നതാണ്. അപ്പോൾ ഞാനൊരു ഒരാഴ്ചയായില്ല ഞാൻ വന്നിട്ട്. തിരിച്ചു പോകുന്നതും വളരെ ബിസിനസ് സംബന്ധമായ ആവശ്യമായിട്ടാണ് വന്നതാണ്. അപ്പം 5 ദിവസത്തിനുള്ളിൽ 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്നാൽ ഇനിയൊരു ഇൻഡിഗോ ഫ്ലൈറ്റിനെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഇനി നമുക്ക് നോക്കാം, നമുക്ക് അവിടെ ചെല്ലട്ടെ. അതുവരെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ യാത്ര. സാധാരണ യാത്ര ചെയ്യുമ്പം ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ 2 ടിക്കറ്റ് കിട്ടുന്നിടത്ത് ഇപ്രാവശ്യം 3 ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മുടെ യാത്ര. എന്താ ചെയ്യുന്നത് അല്ലേ? പക്ഷേ അനുഭവിച്ചേ പറ്റുള്ളൂ. ഒരു ഫ്ലൈറ്റ് എക്സ്ട്രാ കയറണം. ഇതുപോലെ ടെൻഷൻ അടിച്ച് അതായത് 8 മണിക്ക് കയറണം. ഞാൻ ഇപ്പോൾ 6 മണിക്ക് കയറുന്നു. അപ്പം ഞാനിവിടെ വന്ന ഉടനെ 5 മണിക്കാണ്. 4 മണി കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ 5 മണിയായി. അപ്പം ഹർബറിയായിട്ട് കയറേണ്ടി വരും. ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പലരുടെയും ഫ്ലൈറ്റുകൾ ക്യാൻസലായി പോകുന്നു. ക്യാൻസലായപ്പോൾ പലരും വീട്ടിൽ പോകുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? വളരെ നിരുത്തരപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഡിഗോയ്ക്ക് സംഭവിച്ചത്. 100% പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, പൊതുവിലറിയാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? പുതിയ ഫ്ലൈയിങ്ങിൻ്റെ പുതിയ നിയമം ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചാണ് കാര്യം. ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, ഫ്ലൈ ചെയ്യുന്ന പൈലറ്റിനും അതോടൊപ്പം സ്റ്റാഫിനും മിതമായ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള വിശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നിയമമാണ് ഇറക്കിയത്. ബേസിക്കലി സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ പൈലറ്റ് ആണെങ്കിൽ നൈറ്റിൽ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ് അല്ലെങ്കിൽ നൈറ്റിൽ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പൈലറ്റിന് നേരത്തെ 8 തവണ ലാൻഡ് ചെയ്യാമായിരുന്നു നൈറ്റിൽ, ഒരാഴ്ചയിൽ. ഓക്കെ, 8 തവണ ലാൻഡ് ചെയ്യണമായിരുന്നു നൈറ്റിൽ മാത്രമാണ് ഞാൻ കാര്യം പറയുന്നത്. ഇപ്പോഴത്തെ ആ നിയമം അനുസരിച്ചാണെങ്കിൽ ആ പൈലറ്റിനെ 2 തവണ മാത്രം ലാൻഡ് ചെയ്താൽ മതി. സോ ഭയങ്കരമായിട്ടും ഈസിയായി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ വർക്ക് ലോഡ് കുറഞ്ഞെന്ന് പറയാം. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. സോ അതിൽ നമുക്കൊന്നും പറയാനില്ല. അത് പുതിയ നിയമം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇൻഡിഗോയ്ക്ക് സ്റ്റാഫ് ഇല്ലാതായി. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് മെയിൻ ഒരു കാര്യം വെച്ചാൽ ഇങ്ങനൊരു നിയമം വരും എന്നുള്ള കാര്യം ഈ ഇൻഡിഗോ ഫ്ലൈറ്റിന് അറിയാത്തതൊന്നുമല്ല. മിനിമം ഒരു 1-2 മാസം